നവംബർ 17-ന് മണ്ഡലകാലത്ത് നട തുറക്കുന്നതിനു പിന്നാലെ ശബരിമലയിൽ എത്തുമെന്ന് തൃപ്തി ദേശായി വ്യക്തമാക്കി. സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് തൃപ്തി ദേശായി മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. താൻ ഒറ്റയ്ക്കല്ലെന്നും തന്റെ കൂടെ മറ്റ് 6 യുവതികൾ ഉണ്ടാകുമെന്നും തൃപ്തി ദേശായി അറിയിച്ചു. അതേസമയം തൃപ്തി ദേശായിയെ അയ്യപ്പ ഭക്തന്മാർ തടയുമെന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. അയ്യപ്പ ഭക്തന്മാരായ തങ്ങൾ നിലത്ത് കിടന്ന് പ്രതികരിക്കുമെന്നും തങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടി മാത്രമേ തൃപ്തി ദേശായിക്ക് മല കയറാൻ സാധിക്കുള്ളൂ എന്നുമാണ് രാഹുൽ ഈശ്വർ അറിയിച്ചത്. ദർശനത്തിന് സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും കത്ത് നൽകുമെന്ന് തൃപ്തി ദേശായി നേരത്തെ പറഞ്ഞിരുന്നു. കൊച്ചിയിലെത്തുമെന്നും അവിടെ മുതൽ സുരക്ഷ വേണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തന്നെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും ജീവന് ഭീഷണിയുള്ളതിനാൽ വൃശ്ചികം 1-ന് വൈകുന്നേരം 7 മണിയോടെ ദർശന സൗകര്യം വേണമെന്നും അവർ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ കോടതി തീരുമാനപ്രകാരം യുവതി പ്രവേശന വിധി സ്റ്റേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ദർശനം നടത്താൻ അനുവദിക്കണമെന്നാണ് തൃപ്തി ദേശായിയുടെ ആവശ്യം. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി സ്ത്രീകൾക്കെതിരായ അസമത്വം അവസാനിപ്പിക്കാൻ കാരണമാകുമെന്നാണ് പ്രതീക്ഷയെന്നും തൃപ്തി ദേശായി അഭിപ്രായപ്പെട്ടിരുന്നു. ശബരിമലയിൽ ഭക്തർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ സർക്കാരിനും പോലീസിനും പരാജയം സംഭവിച്ചിട്ടുണ്ട്. സ്ത്രീകൾ ഭയന്നിട്ടാണ് ശബരിമലയിൽ എത്താൻ മടിക്കുന്നതെന്നും തൃപ്തി ദേശായി അഭിപ്രായപ്പെട്ടു. വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് ശേഷമാകും മാധ്യമപ്രവർത്തകർക്ക് നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് പ്രവേശനം. ശബരിമലയിലെ സംഘർഷാവസ്ഥ മുതലെടുക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഇതുകൊണ്ടാണ് വാഹനങ്ങൾക്ക് പാസ് ഏർപ്പെടുത്തിയതെന്നും ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് സർക്കാരിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടി വന്നതെന്നാണ് ഹർജിക്കാരോട് കോടതി പറഞ്ഞത്. സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന ഹാജി അലി ദർഗ, ത്രയംബകേശ്വർ ക്ഷേത്രം, ശനി ശിഗ്നാപൂർ ക്ഷേത്രം എന്നിവിടങ്ങളിൽ സ്ത്രീകളോടൊപ്പം പ്രവേശിച്ച ആളാണ് തൃപ്തി ദേശായി. ഇതിനു പിന്നാലെയാണ് ശബരിമലയിലേക്കുള്ള പ്രവേശന ശ്രമം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.